എനിക്കറിയാമോ, നമുക്ക് ഒത്തിരി ആവശ്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. നമുക്കറിയാം, രാത്രി മുഴുവൻ മീൻ പിടിച്ച ശിഷ്യന്മാരുടെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഥ രാത്രി 3 മണിക്ക് 4 മണിക്കൊക്കെ മീൻ പിടിക്കണമെങ്കിൽ അവരുടെ വീട്ടിൽ എന്തുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒരു 4 മണിയാകുമ്പോഴെങ്കിലും പത്രോസ് വിചാരിക്കണ്ടേ, ഇത്രയെങ്കിലും ഉറക്കം വേണമല്ലോ, പോയേക്കാം, ഇനി നാളെ നോക്കാം. ഇല്ല, പറ്റില്ല. കാരണം വീട്ടിൽ മീനില്ല. അമ്മായിമ്മയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന അമ്മായിമ്മ അറിയില്ലേ, ഭാര്യയുണ്ട്, പിള്ളേരുണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ ഈ കുടുംബം പുലർത്തണമെങ്കിൽ അവിടെ മീൻ വേണം. രാത്രി മുഴുവൻ. അപ്പോൾ വലിയ ഇഷ്യൂ ആണ്. വിഷയങ്ങളുടെ നടുവിൽ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ വിഷയങ്ങളുടെ നടുവിലാണ് ആരിറങ്ങിച്ചെന്നത്? കർത്താവ് ഇറങ്ങിച്ചെന്നത്. പടകിലേക്ക് കയറിയിട്ട് പത്രോസിനോട് പറയണം, ആഴത്തിലേക്ക് നീക്കി വല വീശി. ഞാൻ വൈബ്രേഷനോട് കൂടി ഒരു കൺവെൻഷൻ പ്രസംഗം പറഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. നിങ്ങളുടെ പടകിൽ യേശു. വൈബ്രേഷൻ കിട്ടിയോ? ഉണ്ടെങ്കിൽ എന്ത് പറ്റും? പെരുത്ത മീൻകൂട്ടം വരും, ബിസിനസ് രക്ഷപ്പെടും. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തായിരിക്കും പറയുന്നത്? കർത്താവേ, ഇത്രയും നാളും നീ ഇല്ലാതെ ബിസിനസ് ഇതെല്ലാം പൊട്ടി, മീൻ പിടിക്കാൻ പോയി ഒന്നും ഇല്ലാതെ തിരിച്ചു വന്നു, ഇനി ഞാൻ നിന്റെ കൂടെ പോകുന്നുള്ളൂ, എൻ്റെ പടകിൽ ആര് വേണം? ഞാനായിരുന്നു പത്രോസ് ഇങ്ങനെ പറയുള്ളൂ. യേശുവുമായിട്ട് ആ പടകിൽ കയറി അങ്ങ് മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ ആ കാഴ്ച കർത്താവിനോട് പറയാം, ഇനി ഞാൻ ഓൾ നൈറ്റ് മീൻപിടുത്തമില്ല, ഓൾ നൈറ്റ് പ്രെയർ. പകൽ മുഴുവൻ ട്രാക്റ്റും കൊടുത്തുകൊണ്ട് കുമ്പനാടിലൂടെ നടക്കും, രാത്രി ഓൾ നൈറ്റ് പ്രെയർ, ഒറ്റ മീൻപിടുത്തം. രാവിലെ 6 മണി, നീ എൻ്റെ കൂടെ വരണം, പടകിൽ നിന്ന് കിട്ടിയാലും 10% ദശാംശം നിൻ്റെയാണ്. അപ്പം കർത്താവ് ചോദിക്കും, നീ സത്യമായിട്ട് ദശാംശം തരുമോ? അപ്പം ഞാൻ പറയും, 100 അയല കിട്ടിയാൽ 10 പിടയ്ക്കുന്ന അയല ഞാൻ നിനക്ക് തരും. കർത്താവിനോട് പറയാം. കർത്താവ് പറഞ്ഞു, ഓക്കെ, എന്നാൽ ഞാൻ നിൻ്റെ കൂടെ ബിസിനസ്സിനുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, പരിപാടി ലാഭമാണ്. കാരണം ഒരു മനുഷ്യനെ കൂടെ വിളിച്ചാൽ 50-50 കൊടുക്കേണ്ടി വരും. എവിടാ മീൻ കിട്ടുന്നത് ഇവനോട്ട് അറിയത്തുമില്ല. എന്നാൽ കർത്താവിനെ വിളിച്ചുകൊണ്ട് പോയാൽ ആരോടൊക്കെ സംസാരിക്കണം, എങ്ങനെ ബിസിനസ് എന്ന് കർത്താവ് പറഞ്ഞു തരികയും ചെയ്യും. 10% കമ്മീഷൻ കൊടുത്താലും മതി. അപ്പം ഏതാ ലാഭം? നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇതാണ് ഈ ന്യൂ ജനറേഷൻകാർ മൊത്തം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ 10% ദൈവത്തിന് കൊടുക്കുവിൻ. കേട്ടിട്ടില്ല ഇത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് കർത്താവിനെ 10% കമ്മീഷൻ ഏജന്റ് ആക്കുന്ന പരിപാടി. അതേസമയത്ത് പത്രോസ് എന്താ പറഞ്ഞത്? മേലാൽ ഈ വഴിക്ക് വരല്ലേ, ഞാൻ ഒരു പാപിയായ മനുഷ്യനാണ്, ഞാൻ മീനല്ല ഇപ്പം കാണുന്നത്, ഈ മീനെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന സൃഷ്ടിതാവായ ദൈവത്തെയാണ്. ഈ ദൈവത്തിന് മുമ്പ് നിൽക്കുമ്പോൾ എൻ്റെ വിശപ്പല്ല എനിക്ക് പ്രശ്നം, എൻ്റെ വീട്ടിൽ പൈസ ഇല്ലാത്തതല്ല എൻ്റെ പ്രശ്നം, എൻ്റെ പാപമാണ് എൻ്റെ പ്രശ്നം. ഞാൻ എങ്ങനെ നിൻ്റെ മുമ്പിൽ നിൽക്കും? അപ്പോൾ കർത്താവ് പറയാണ്, നീ എൻ്റെ പിന്നാലെ പോരെ, നീ എന്നെ പേടിക്കണ്ട, ഈ സമയത്ത് ഞാൻ പാപികളെ രക്ഷിക്കാൻ വന്നതാണ്, നീ എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞപ്പം അവൻ അത്രയും ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ പണവും വള്ളവും വലയും വീടും എല്ലാം വിട്ട് അവനെ അനുഗമിച്ചു. ഇതാരും പറയാത്ത എന്താ? നമ്മൾ അന്വേഷിക്കുന്ന മീന, യേശുവിനെ അല്ല. അതുകൊണ്ട് ദൈവത്തെ ആരും അന്വേഷിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ ക്ലിയർ ആവും. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവേ, എൻ്റെ മക്കളെ കാനഡയ്ക്ക് വിടണേ, കാനഡയ്ക്ക് വിടണേ. അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. അപ്പോൾ പ്രവാചകന്മാർ വന്ന് കാനഡയുടെ മുകളിലുള്ള അന്ധകാര ശക്തിയൊക്കെ മാറ്റി അറ്റ്ലാന്റിക്കിന് മുകളിൽ കൂടെ പറക്കുന്ന ദേശാധിപ ശക്തിയെല്ലാം ഓടിച്ച് വിസ ക്ലിയറാക്കി. എന്ത് പാടായിരുന്നറിയോ വിടുതലെടുക്കാൻ. കാരണം ദൈവത്തിന് നിങ്ങളുടെ മക്കളെ കാനഡ വിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പിശാച് ഉടക്കുണ്ടാക്കിക്കൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവസാനം പ്രവാചകൻ കാര്യം സാധിച്ചെടുത്തു, പിശാചിനെ ഓടിച്ചു. വിസയൊക്കെ റെഡിയാറായപ്പോഴാണ് ഒരുത്തൻ പറയുന്നത്, കാനഡയിൽ മുഴുവൻ ദാരിദ്ര്യമാണ്, ജോലിയില്ല, അങ്ങോട്ട് ചെല്ലുന്ന പിള്ളേർ അതിനേക്കാൾ സ്പീഡിൽ തിരിച്ചിങ്ങോട്ട് വരുവാണ്. അപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി, കർത്താവേ, എൻ്റെ പിള്ളേരെ ഓസ്ട്രേലിയയിലോട്ട് വിടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും നേരം കാനഡയിലോട്ട് വിടാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കർത്താവിനെ എങ്ങോട്ട് മാറി? കർത്താവ് എങ്ങോട്ട് മാറി? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താഗ്രഹിക്കുന്നു അതാ നമ്മുടെ കർത്താവ്. ഇതിന് തിയോളജി പറയുന്നത് എന്താണെന്നറിയാം? തിയോളജിയിൽ ഇതിൻ്റെ ഒരു വാക്ക് പറയും, ഇൻ കർവേറ്റസ് ഇൻ സേ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിക്കണം, ലാറ്റിൻ പ്രയോഗമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോയാലും ഒരു വളഞ്ഞ വഴിയിലൂടെ മാത്രമേ ദൈവത്തെ അന്വേഷിക്കുകയുള്ളൂ. ഈ വളഞ്ഞ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്നറിയാം? ഇപ്പോൾ ഈ കുമ്പനാട് നിന്ന് നേരെ പടിഞ്ഞാറോട്ട് പോയാൽ അറബിക്കടലാണ് അല്ലേ? ആണോ? മാപ്പെടുത്ത് നോക്കിയിട്ട് കുമ്പനാട് നിന്ന് നേരെ ഒരു വര വരച്ച് നോക്കി അറബിക്കടലാണ്. നമ്മൾ കടലിന് മുകളിൽ കൂടെ നടന്ന് ഗൾഫിൽ ചെന്നു, നേരെ സ്ട്രെയിറ്റ് ലൈൻ. ഗൾഫ് അല്ലെന്ന് തോന്നുന്നല്ലേ? നമ്മൾ വരച്ച് നോക്കാം വീട്ടിൽ പോയിട്ട്.
ഞാൻ പറയുന്നത് എന്നറിയോ, നേരെ നടന്നു എന്നാണ്. പക്ഷെ എനിക്കറിയാം മാപ്പ് നോക്കുമ്പോൾ നേരെ അല്ല നടന്നേക്കുന്നത്. ഞാനിങ്ങനെ കുറേ കൂടെ നടന്നാൽ കറങ്ങി തിരിഞ്ഞ് പിന്നെയും കുമ്പനാട് വരും. കാരണം ഭൂമി ഒരു ഗോളമാണ്, ഒരു ഉറുമ്പ് ഈ ഗ്ലോബിലൂടെ നേരെ നടന്നാലും നമ്മൾ കണ്ടു നിൽക്കുന്ന നമുക്കറിയുന്നത് മണ്ടത്തരാണ്, കറങ്ങി തിരിഞ്ഞ് അവിടെ വരുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ ദൈവത്തെ അന്വേഷിച്ചാലും നമ്മുടെ അതേ സ്വഭാവമുള്ളൊരു ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തുള്ളൂ. നമ്മുടെ അയൽവർക്കാർക്ക് രണ്ട് കൊടുക്കാൻ കാത്തിരിക്കുന്ന ദൈവം, എന്നെ ഉപദ്രവിക്കുന്ന അമ്മായിയമ്മയെ പഞ്ഞിക്കിടാൻ നോക്കിയിരിക്കുന്ന ദൈവം, എൻ്റെ ശത്രുക്കളെല്ലാം ഇടിച്ച് നിരത്താൻ കാത്തിരിക്കുന്ന ദൈവം, എൻ്റെ അതേ സ്വഭാവമുള്ള ദൈവം, എൻ്റെ മക്കൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ദൈവം. നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ദൈവത്തെ അല്ലേ കിട്ടിയേക്കുന്നത്? ദൈവത്തെ അന്വേഷിച്ച് നമ്മുടെ തന്നെ സ്വഭാവത്തിനടുത്തേക്ക് നമ്മളെത്തി. നമ്മുടെ അതേ സ്വഭാവമുള്ളൊരു ദൈവത്തെ നമ്മൾ സങ്കല്പിച്ചു. അതേ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന പ്രവാചകന്മാരെയും കിട്ടി. അപ്പോൾ അവർ ദൈവസങ്കല്പത്തെ, നിന്നെ രക്ഷിക്കുന്ന, നിന്നെ വീണ്ടെടുക്കുന്ന, എവിടെന്നാ? ഇന്ത്യയിൽ നിന്ന് വീണ്ടെടുത്ത് ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകുന്ന ദൈവം. അത്രയും വലിയ ദൈവം എവിടെയാണ്? നിങ്ങൾക്ക് ഇതിനകത്ത് മണ്ടത്തരം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടോ? ആർക്കറിയാം. ഒരു ദിവസം തൃശ്ശൂർ ഞാൻ പ്രസംഗിക്കുക. രാവിലെ 10:30 തൊട്ട് 3 മണി വരെയാണ്. അവരിങ്ങനെ വെള്ളമൊന്നും തന്നൊന്നുമില്ല. 1 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നിർത്താം. പോട്ടെ എന്ന് പറഞ്ഞു. 3 മണി കഴിഞ്ഞപ്പം നിർത്തി. ഞാനങ്ങ് നിർത്തി. ഇവർ നിർത്തുന്നില്ല, ഇവർ നല്ലപോലെ വചനം കേൾക്കുന്നുണ്ട്. അന്ന് കുറച്ചുകൂടെ യങ്ങായിരുന്നു, കുറച്ചുകൂടെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അന്നേരം എനിക്ക് സംശയം തോന്നി, എന്തോ പ്രോബ്ലം ഉണ്ട്. കാരണം ഈ പാപത്തെക്കുറിച്ചെല്ലാം പറഞ്ഞ് എങ്ങനെ ഇഷ്ടപ്പെടുന്ന, പേടിയല്ലേ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം സംശയം ചോദിക്കാന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നുകിലൊന്നും മനസ്സിലായില്ല, അല്ല എന്തൊക്കെയോ മനസ്സിലായെന്നാണ്. ഞാൻ എന്താ സംശയം? എൻ്റെ മകന് കാനഡയിലും അമേരിക്കയിലും പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതിലെവിടെ പോകുന്ന ദൈവഹിതം എന്നൊന്ന് പ്രാർത്ഥിച്ച് പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മച്ചി മുകളിലോട്ട് പോകുന്നതാണ് ദൈവഹിതം. ഇനി ഇതിനകത്ത് കാനഡയിലാണോ അമേരിക്കയിലോട്ടാണോ പോകുന്നത് ദൈവഹിതം എന്നറിയാൻ എനിക്ക് അത്രയും വിവരം, ഈ 2 സ്ഥലങ്ങളെക്കുറിച്ചും വിവരമില്ല. നിങ്ങളതറിയാൻ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ എക്സ്പേർട്ടിനെ, കൗൺസിലറെ പോയി കാണുക. എന്നെ വെറുതെ വിടും. മുകളിലോട്ടുള്ള വഴി അല്ലാതെ വേറൊരു വഴിയും தெரியாது. അപ്പം ഈ സ്ത്രീ സഹോദരി എന്നെ ഇന്ന് നോക്കി, ഇവനൊക്കെ ആ കാനഡയാണ് അമേരിക്കയിലാണോ പോകേണ്ടതെന്ന് അറിയാൻ വയ്യാത്തവനാണ് സ്വർഗമെന്ന് പറഞ്ഞു നടക്കുന്നത് എന്നുള്ള രീതിയിലങ്ങ് പോയി. നമുക്ക് എവിടെയോ വഴി തെറ്റി യഥാർത്ഥ കർത്താവിനെ പിൻപറ്റുന്ന നിർത്തിയിട്ട് ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ അന്വേഷിച്ച് പോയി ഇവിടെ സ്വത്തുക്കളുണ്ടാക്കി നമ്മളെ ദൈവം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തിരി കടുത്തു പോയല്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് എന്ത് സംഭവിച്ചു അറിയാം, നമ്മുടെ അതേ സ്വഭാവമുള്ള ദൈവം ആയതുകൊണ്ട് നമുക്ക് ദൈവഭയമില്ല. 18-ാം വാക്യം വെച്ച്, അവരുടെ കണ്ണുകളിൽ, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. നമ്മുടെ അതേ സ്വഭാവമുള്ള ദൈവമാണ്, നമുക്ക് എന്തിനു പേടിക്കണം? സഹോദരനെതിരെ പ്രവർത്തിച്ചാലും, അവനെ ദുഷിച്ചാലും, അകറ്റി നിർത്തിയാലും എനിക്ക് കുറ്റബോധമില്ല. കാരണം ദൈവം എൻ്റെ സൈഡെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിന് ആരുടെ സ്വഭാവമാണ്? എൻ്റെ സ്വഭാവമാണ്.